അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിലൊരു കർവ്ഡ് അക്വേറിയം ഉണ്ട്. ഒരു 5 ഫീറ്റ് ഉള്ള ഒരു കർവ്ഡ് അക്വേറിയം. ഇതിൽ 3 തരം മീനുകളുണ്ട്. ഒന്ന് അരോണ ഉണ്ട്, പിന്നെ രണ്ട് തരം സെവറും ഉണ്ട്. ഒന്ന് ടർക്കോയ് സെവറും സാധാ സെവറും. അപ്പോൾ നോക്കിയേ, ഈ അരോണയുടെ ഒപ്പം തന്നെ കിടക്കുന്ന ഒരു സെവറം കണ്ടില്ലേ? ഈ മീൻ വളരെ ചെറിയ മീനാണ്. ഈ അരോണയുടെ വായുടെ അത്ര ഉള്ളൂ ഈ സെവറം. പക്ഷേ ഈ അരോണ ഈ സെവറത്തിനെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ഇതൊരു അരോണ എന്ന് പറഞ്ഞൊരു കാർണിവോറസ് മീനാണ്. അതിന് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മീനുകളും ചെമ്മീനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാള പോലത്തെ മീനുകൾ കൊടുക്കുക. അപ്പം ഞാൻ ഡെയിലി ഫീഡ് ചെയ്യണ മീൻ ഈ മീനിനേക്കാളും വലിയ മീനുകളെ ഈ അരോണയ്ക്ക് ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഈ അരോണ ഈ മീനെ അറ്റാക്ക് ചെയ്യില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അരോണ വാങ്ങിയപ്പോൾ ഞാൻ ചെറിയ സൈസുള്ള അരോണ വാങ്ങിയത്. ആ സമയം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട മീനുകളാണ് ഈ മീനുകൾ. അപ്പോൾ ഇവർ ഒരുമിച്ച് വളരുമ്പോൾ എത്ര വലുതായാലും എത്ര സൈസാണെങ്കിലും ഈ അരോണ ഈ മീൻ അറ്റാക്ക് ചെയ്യില്ല. കാരണം അവർ ചെറുപ്പം തൊട്ട് വളർന്നുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ആ സൈസുള്ള മീൻ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിൾ ഫിൽറ്ററാണ്. മേലെ ഉള്ളൊരു ഫിൽറ്ററാണ്. പിന്നെ 2 ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് സാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ടാങ്കിലുള്ള മീനുകൾ. പണ്ട് ഒരുപാട് മീനുണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയുള്ള മീനുകൾ. ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഇത്രയുള്ള മീൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. താങ്ക് യു.